പോലീസിലെ നമുക്കറിയാം പഴയ 10-12 വർഷങ്ങൾക്ക് മുമ്പ് മാരകമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച പലരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. കാരണം അവരെ മർദ്ദിച്ച രംഗങ്ങളൊക്കെ CCTV ദൃശ്യത്തിന് കൊടുക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ ഓർഡർ അനുസരിച്ച് കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. പലർക്കും കിട്ടി, അതിന് പലരും കേസ് കൊടുത്തു. പല സർവീസിലിരിക്കുന്ന രാഷ്ട്രീയ സ്ഥാനം കൊണ്ട് പല സ്ഥലങ്ങളിലും ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും ശരി, പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ സാധനം കൊണ്ട് അവർ വലിയ സംഭവമാണ് എന്ന് തോന്നി പ്രസിഡന്റ് മെഡലും മറ്റേതൊക്കെ മറച്ചു ഇതൊക്കെ വാങ്ങിച്ചെടുക്കുന്നത് പല ഓഫീസർമാരുടെയും പിന്നാമ്പുറം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ മ്ലേച്ഛമായ ചരിത്രമുള്ള പലരുമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലോട്ട് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും പൊതുജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ചില നടപടിയിലേക്ക് പ്രവേശിക്കേണ്ടി വരും. കാരണം ആ രീതിയിൽ കാര്യങ്ങൾ മറിഞ്ഞു പോകുന്നതായിട്ടാണ്. പല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരും നമ്മൾ കാണുന്നവരെല്ലാവരും ലോ ആൻഡ് ഓർഡറിൽ വന്ന് ചേക്കേറി ഇരിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ള യാതൊരു സംശയമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്കെതിരെ പരിക്കേറ്റിട്ടും വീണ്ടും വന്ന് ഈ ശിക്ഷ കിട്ടിയിട്ടും പോലീസിൽ ചെറിയ രീതിയിലുള്ള ശിക്ഷ വന്നിട്ടും അവരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യാതെ സ്വാധീനം കൊണ്ട് വീണ്ടും വന്ന് ലോ ആൻഡ് ഓർഡറിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അതിനൊക്കെ സമാധാനം ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർ പറയേണ്ടി വരും എന്ന കാഴ്ച നമുക്കിനി കാണാം.